നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കതിരൂരിൽ കുടുങ്ങും. കതിരൂർ കേസിൽ ജയരാജന്റെ അറസ്റ്റ് അനിവാര്യമെന്ന് CBI. മനോജിന്റെ കൊലപാതകത്തിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം ജയരാജൻ. പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് കേസ് അന്വേഷണം തടസ്സപ്പെടുത്തുന്നു എന്നും ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച റിപ്പോർട്ടിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര പരാമർശങ്ങൾ. പല മൃഗീയ കുറ്റകൃത്യങ്ങളിലും ജയരാജൻ പങ്കാളി. വസ്തുതകൾ പുറത്തുകൊണ്ടുവരാൻ പ്രതിയെ ചോദ്യം ചെയ്യണമെന്നും അന്വേഷണ ഏജൻസി. കതിരൂർ കേസിൽ CBI BJPയുടെ പാവയായി പ്രവർത്തിക്കുന്നു എന്ന് പിണറായി. ഒരു നേതാവിനെ തടവിലിട്ട് പ്രവർത്തനം തടസ്സപ്പെടുത്താനാകില്ല. യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും പിണറായി വിജയൻ. തമ്മിലടിക്കാം, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മാറ്റിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. നേതാക്കൾക്ക് തമ്മിലടിക്കാനുള്ള സമയം ഇതല്ല. തർക്കങ്ങൾ മാറ്റിവെച്ച് ഒരു കുടുംബം പോലെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും രാവിലെ ചേർന്ന വിശാല KPCC എക്സിക്യൂട്ടീവിൽ കോൺഗ്രസ് ഉപാധ്യക്ഷൻ. UDFനെ തോൽപ്പിക്കാൻ CPMന് കഴിയില്ല. സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകും. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും രാഹുൽ ഗാന്ധി. VM സുധീരന്റെ ജനരക്ഷാ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ രാഹുൽ KPCC യോഗം കഴിഞ്ഞ് DCC പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തും. വിവാദങ്ങളും തർക്കങ്ങളും ഒഴിവാക്കി തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കാനും നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശം. ഉയിർപ്പിനായി പ്രാർത്ഥനയോടെ. മരണത്തിനുമീതെ ധീരതയുടെ ശൈലമുദ്രയായി ഉയർത്തെഴുന്നേറ്റ സൈനികനു വേണ്ടി രാജ്യം പ്രാർത്ഥനയോടെ. സിയാച്ചിനിലെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഹനുമന്തപ്പ ഡൽഹിയിലെ ആശുപത്രിയിൽ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ. നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ സൈനിക താവളത്തിൽ രക്തമുറയുന്ന -42 ഡിഗ്രി തണുപ്പിൽ അപകടത്തിൽപ്പെട്ട സൈനികനെ ജീവനോടെ കണ്ടെത്തിയത് 6 ദിവസത്തെ തിരച്ചിലിനു ശേഷം. ഹിമപാതത്തിൽപ്പെട്ട മറ്റ് 9 സൈനികരുടെ മരണം സൈന്യം സ്ഥിരീകരിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 21,000 അടി ഉയരത്തിലുള്ള സിയാച്ചിനിലെ ഹിമദുരന്തത്തിൽ ഹനുമന്തപ്പ ജീവനുമായി മൽപ്പിടുത്തം നടത്തിയത് മഞ്ഞിനടിയിൽ 30 അടിയോളം താഴ്ചയിൽ. ധീരജവാനെ സിയാച്ചിനിൽ നിന്ന് ഡൽഹിയിലെ RR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ ഉച്ചയോടെ. ഓർമ്മകളുടെ ചക്രവാളം. പത്രപ്രവർത്തനത്തിലെ കുലപതിയായിരുന്ന അന്തരിച്ച N രാമചന്ദ്രന്റെ ദീപ്തസ്മരണയുമായി ഒരു പുസ്തക പ്രകാശനം. കേരള കൗമുദി എഡിറ്റോറിയൽ അഡ്വൈസറായിരുന്ന N രാമചന്ദ്രൻ എഴുതിയ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ ചക്രവാളം കൊല്ലത്ത് ഇന്നലെ ഡോക്ടർ D ബാബുപോൾ പ്രകാശനം ചെയ്തു. ലളിതവും മനോഹരവും ശക്തവുമായിരുന്നു രാമചന്ദ്രന്റെ രചനാശൈലി എന്ന് ബാബുപോൾ പറഞ്ഞു. തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ മാറ്റങ്ങളിൽ പ്രധാന കണ്ണിയായ കേരള കൗമുദിയുടെ നവോത്ഥാന പാരമ്പര്യം നിലനിർത്തുന്നതിൽ N രാമചന്ദ്രൻ നിസ്തുലമായ പങ്കുവഹിച്ചതായി പന്ന്യൻ രവീന്ദ്രൻ അനുസ്മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കവി പ്രഭാവർമ്മ പുസ്തകം ഏറ്റുവാങ്ങി. കേരള കൗമുദി എഡിറ്റർ ദീപു രവി ഉപഹാര സമർപ്പണം നിർവഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി എഡിറ്റർ PP ജെയിംസ് സ്വാഗതവും ചന്ദ്രിക ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. സൈന്ധവ ബുക്സ് ആണ് ചക്രവാളത്തിന്റെ പ്രസാധകർ. ഹിലാരിക്ക് തിരിച്ചടി. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ന്യൂ ഹാംഷെയർ പ്രൈമറിയിൽ ഡൊണാൾഡ് ട്രംപിനും ബെർണി സാൻഡേഴ്സിനും മുന്നേറ്റം. ഡെമോക്രാറ്റ് പക്ഷത്ത് കോടീശ്വരനായ സാൻഡേഴ്സിന്റെ നേട്ടം ഹിലാരി ക്ലിന്റനെ മറികടന്ന്. അതേസമയം സാൻഡേഴ്സിന്റെ ജയം താൽക്കാലികം മാത്രമെന്നും തുടർന്നുള്ള പ്രൈമറികളിൽ കഥ മാറുമെന്നും ഹിലാരി. ദേശീയ അഭിപ്രായ സർവേകളിൽ മുൻതൂക്കം ഹിലാരിക്കെന്ന റിപ്പോർട്ട്. നവംബർ 8-നാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.